ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പുതിയൊരു യൂട്യൂബറാന്ന് തോന്നുന്നു അല്ലേ? എത്ര വർഷമായി യൂട്യൂബറായിട്ട്? ഞാനിപ്പോ 1.5 വർഷമായി. പക്ഷെ ഞാൻ വീഡിയോസ് ഇതിൽ കുറവ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇടുന്ന വീഡിയോസ്? ഏതൊക്കെയാണ്? അമ്പലങ്ങളാണോ അല്ലെങ്കിൽ മറ്റ് കൊച്ചു വർത്താനങ്ങളാണോ? ഞാൻ സാധാരണ ഇടല് ചിലപ്പോൾ എൻ്റെ ഫാമിലീസിലുള്ള കാര്യങ്ങളിടും, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിടും. പിന്നെ അത്യാവശ്യം പുറത്തെല്ലാം പോകുമ്പോഴുള്ള കാര്യങ്ങൾ അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയില്ലെങ്കിൽ അങ്ങനെ അല്ലേ? പക്ഷെ ഞാൻ 1-2 വീഡിയോസ് നിങ്ങളെ കാണാനിടയുണ്ടായി. പക്ഷെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം കുറച്ച് സിമ്പിളാണ് കാര്യങ്ങളൊക്കെ അല്ലേ? ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. കുറച്ച് പൊന്തിക്കൽ കൂടുതലാണോ? ഇല്ല, പൊന്തിക്കുന്നതല്ല. കാരണം നിങ്ങൾ ഇനിയും കുറച്ചുകൂടി അമ്പലങ്ങളും അതേപോലെ മാർക്കറ്റിംഗ്. എനിക്ക് കൂടുതലായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. കുറച്ചുകൂടി കൂടുതൽ വയനാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ് തോന്നുന്നത്. കാരണം കൂടുതൽ വയനാട് വീഡിയോസ് ആണ്. അതെന്താന്ന് വെച്ചാൽ എന്റെ മകൻ പഠിച്ചതൊക്കെ വയനാടാണ്. അത് ഞാൻ കൂടുതലും വയനാട് ഭാഗത്തോട്ട്, പ്രത്യേകിച്ച് എനിക്ക് പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനൊരു വീഡിയോസ് കാണുന്നുണ്ടായി, ആനയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു വീഡിയോ. സത്യത്തിൽ നമ്മൾ ഇതുവരെ കാണാതൊരു സംഭവമാണത്. നിങ്ങൾ നല്ലപോലെ അത് കൈകാര്യം ചെയ്യുന്നതാണ്. എത്ര വർഷമായി കൂത്തുപറമ്പിൽ പാർലർ തുടങ്ങിയിട്ട്? അതറിയാനുള്ള താല്പര്യമുണ്ട്. ഞാൻ കൂത്തുപറമ്പിലല്ല, സ്വതവേ എന്റെ വീടിനടുത്താണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം ഒരു 20 വർഷത്തോളായി. അവിടെ നിന്ന് പിന്നെ ഞാൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് കൂത്തുപറമ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂത്തുപറമ്പിൽ ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളായി. എങ്ങനെ അത് തുടങ്ങാനുള്ളൊരു കാരണം? അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടാണോ? എങ്ങനെയാണ് നിങ്ങൾ? ഞാൻ എന്റെ പെങ്ങള് ഈ ഫീൽഡിലുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ പിന്നെ എനിക്കും അതിനോടൊരു താല്പര്യം വന്നു. പിന്നെ ഞാനത് എന്റെ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചു. ഇപ്പം നല്ലപോലെ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് അല്ലെ? എനിക്കിപ്പോ ഒരു 20 വർഷത്തോളം. ഞാനൊരു കാര്യം പറയുന്നത് കൊണ്ടൊന്നും വിചാരിച്ചത് നല്ലൊരു ലുക്കാണ്. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ളൊരു അല്ലെ ഫേസ് അങ്ങനെയൊക്കെ. അല്ല, ചിലപ്പോ ഇതെന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിന്റെ ഒരു ഇതായിരിക്കണം. പിന്നെ ജന്മന നമുക്കൊരു ചെറിയൊരു സൗന്ദര്യം നമ്മളത് കാത്തു സൂക്ഷിക്കുക, അത്ര മാത്രം. ഇതുവരെ നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലതായി ചെയ്യാൻ എനിക്ക് ബ്യൂട്ടി പാർലറിൽ എനിക്ക് കൂടുതൽ പേരുള്ളത് സാധാരണ ത്രെഡിങ്, ഐബ്രോ ഷേപ്പിങ്ങും ഹെയർ കട്ടിങ്ങിനാണ്. ഹെയർ കട്ടിങ്ങിന് ഇഷ്ടംപോലെ കസ്റ്റമർ എൻ്റെ അടുത്ത് വരാറുണ്ട്. അതുപോലെ എൻ്റെ ഒരു വിശ്വാസം, ഐബ്രോ എടുക്കാൻ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അങ്ങനെ എന്തൊക്കെയാണ് ഫേസിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന മാറ്റം കൊടുക്കുന്ന എന്തൊക്കെയാണ്? ഫേസിന് സാധാരണ നമുക്ക് ടാൻ ഉണ്ടാകുന്ന ടൈമിൽ പോലും ചെയ്യും. പിന്നെ ഫേഷ്യൽ, പിന്നെ മുഖത്ത് അഴുക്കുകൾ നീക്കം ചെയ്യുന്ന ക്ലീനപ്പ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. നമ്മൾ കൂത്തുപറമ്പ് ഭാഗത്ത് ചെറിയൊരു ഭാഗമാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു കാര്യം അറിയാനുള്ളത്, നിങ്ങൾ ഈ ഹെയറിന് ചെയ്യുന്ന ഈ താരമൊക്കെ പോകാൻ വേണ്ടി ചെയ്യുന്ന ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് അതിന്റെ സൊല്യൂഷൻ, മാർഗം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെന്താണ് നിങ്ങൾ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ? സാധാരണ താരൻ ഉണ്ടാകുമ്പോൾ നമ്മൾ താരൻ റിമൂവ് ചെയ്യുക, ഓട്ടോ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. പിന്നെ ഹെയർ സ്പാ ചെയ്യും, അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് കൂടിയാണ്. പിന്നെ ഹെന്ന ട്രീറ്റ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് മുടിവളർച്ചയ്ക്കും പ്രായം പോകാൻ ഏറ്റവും ബെറ്ററാണ്. അപ്പൊ ഇത്രയും നല്ലൊരു പാർലറാണ് ഇമേജ് ബ്യൂട്ടി പാർലർ. നമ്മൾ കൂത്തുപറമ്പിൽ ഫേമസ് ആയിട്ടുള്ളൊരു പാർലറായിട്ട് ഇനിയും ഉയർച്ചയിലെത്തട്ടെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അതേപോലെ ഇനിയും ഒരുപാട് കസ്റ്റമർ നിങ്ങളെ തേടിയെത്തട്ടെ. നിങ്ങളുടെ പെരുമാറ്റവും അതേപോലെ നിങ്ങളുടെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സപ്പോർട്ടും ഒക്കെ ഇനിയും തുറന്നുണ്ടാകട്ടെ എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിലും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സ്മൈല് ബ്യൂട്ടിഫുള്ളാണ്, അത് പ്രത്യേകം പറയേണ്ടത്.